പോലീസ് കമ്മീഷണർ ആരുടെയോ നിർദ്ദേശം, അത് എം.ആർ. അജിത് കുമാറാണെന്ന് പറയാൻ എനിക്കാവില്ല. ആവാം എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്നത്. കാരണം കമ്മീഷണർ ഇത് ചെയ്യുന്നു, എല്ലാ റോഡും ബന്ദ് ചെയ്യുന്നു. ആർക്കും എം.ആർ. അജിത് കുമാർ ആണ് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. എം.ആർ. അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്ന് തടയുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന്. അത് മാത്രമല്ല, ഒരു അന്വേഷണം നടത്തി, അന്വേഷണ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുമില്ല. അത് വന്നില്ല, 4.5 മാസമായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ആർക്കോട്ട് പ്രവേശനം ഇല്ല. ആ പ്രവേശനം ഇല്ലാത്ത സ്ഥലത്ത് സേവാഭാരതിന്റെ ആംബുലൻസിൽ ബി.ജെ.പിന്റെ നേതാക്കന്മാർ വന്നിറങ്ങുന്നു. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? ജനപ്രതിനിധിയാണോ? ഒന്നുമല്ല. എല്ലാ ബാരിക്കേഡുകളും മാറ്റിക്കൊടുക്കുന്നു. അവരേക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം പോലീസ് അകമ്പടിയിൽ പോകുന്നു. സ്റ്റേറ്റ് ബാങ്കിലെ ഖജനാവ് പോകുന്ന രീതിയിലാണ് പോയത്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഇതൊക്കെ എല്ലാവരും കണ്ടതല്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഞങ്ങൾ പറയുന്നത് അൻവർ പറഞ്ഞതൊക്കെ സത്യം. പക്ഷെ ഇത് എത്രയോ കാലമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങൾ പറയുമ്പോൾ അതിന് തീരെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? ഒരു ഗൗരവകരമായ ചർച്ച ആക്കുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ. 1ഉം 2ഉം കാര്യങ്ങളല്ല. മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് കൂട്ടാനായി ഇയാൾ നടത്തിയ പരിശ്രമം അവസാനം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രിക്ക് പറയേണ്ടി വന്നത്. അതാ നമ്മൾ മനസ്സിലാക്കി. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യത്തില് എനിക്കൊന്ന് ഇടപെടേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് ഇഷ്ടമുള്ള ആളല്ലെങ്കിൽ പോലും പറയാതിരിക്കട്ടെ. ഞാൻ അൻവർക്ക് പറഞ്ഞ മുഴുവൻ കാര്യം, അൻവർ MLA പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങ് ശരിവെക്കുന്നു എന്ന് പറഞ്ഞു. ഒരാൾ ഒരു വിഷയത്തിൽ പറയുന്ന വിഷയവും അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോൺട്ര ചെയ്തുകൊണ്ടാണോ അയാൾ ആ പറയുന്ന വിഷയത്തെ നമ്മൾ ബഹുമാനിക്കുകയും അല്ലാതിക്കുകയും ചെയ്തത്? 2, ഈ സോളാർ വിഷയത്തിൽ ഈ എം.ആർ. അജിത് കുമാറാണ് KC വേണുഗോപാലുമായി ഇടനില നിന്ന് ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ആ വിഷയത്തിലെ പരാതിക്കാരെ ഇടപെട്ടതെന്ന് അൻവർ പറഞ്ഞു. അത് താങ്കൾ ശരിവെക്കുന്നു. താങ്കളിപ്പം അൻവർ പറഞ്ഞ എല്ലാ വിഷയവും ശരിവെക്കല്ലേ? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആ വിഷയത്തിൽ പ്രതിയായിരുന്നെന്നും ആ സോളാർ വിഷയത്തിൽ ഈ KC വേണുഗോപാല് ഈ എം.ആർ. അജിത് കുമാറിനെ കൊണ്ട് അതിന്റെ പരാതിക്കാരിയെ സ്വാധീനിപ്പിച്ചു എന്നും ഈ അൻവർ ഇതേ പത്രസമ്മേളനത്തിൽ അത് ശരിവെക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ശരി ഷാഫി, എല്ലാം ശരിവെക്കുകയാണെങ്കിൽ ഇത് എല്ലാം ശരിവെക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പറയുമ്പോ എല്ലാം പറയണോ? പൂരം എവിടെ നിൽക്കുന്നു? പൂരത്തിന്റെ കാര്യം സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുന്നത്. സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ മറ്റേ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിശദമായ അന്വേഷണം വേണം. അല്ലാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശരി പറയുകയാണെങ്കിൽ KC വേണുഗോപാല് സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ താങ്കൾ പറയുന്ന മാത്രം കേട്ടോണ്ട് പോകാന് ഞാൻ താങ്കളുടെ ശമ്പളക്കാരനല്ലല്ലോ. താങ്കൾ പറഞ്ഞതിന് മാന്യമായ മറുപടിയല്ല ഞാൻ പറഞ്ഞത്. എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക. ഇതേ പത്രസമ്മേളനത്തിൽ ഞാൻ ചർച്ചയ്ക്കില്ല. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഷാഫി പറയൂ. ഷാഫി പറയട്ടെ. ഷാഫി അതിന് മറുപടി പറയൂ. ഈ ചർച്ച നിയന്ത്രിക്കാൻ പറ്റൂലെങ്കിൽ എഴുന്നേറ്റ് പോണം. അങ്ങനെയല്ല ഷാഫി, അതിന് മറുപടി പറയൂ. അദ്ദേഹം ചോദ്യം ചോദിച്ചാലേ മറുപടി പറയൂ. അല്ലല്ല, അവസരമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഷോൺ മിണ്ടില്ല. ഷാഫി അതിന് മറുപടി പറയൂ. ഷാഫി മറുപടി പറയൂ. ഷോൺ നിർത്തൂ. ഷാഫി മറുപടി പറയട്ടെ. എനിക്ക് തന്ന അവസരത്തിൽ ഒരു മിനിറ്റ്, എനിക്ക് തന്ന അവസരമാണ്. എന്റെ അവസരം കഴിഞ്ഞിട്ടില്ല. ഷാഫി പറയട്ടെ. അല്ലെ ഷോണിന്റെ ചോദ്യം മനസ്സിലായി. ഷാഫി പറയട്ടെ. എനിക്ക് തന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണ ആരും എന്റെ അവസരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഞാൻ അത് ചെയ്തില്ല. ഞാനൊരു മാന്യത കാണിച്ചു. ശരി, ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടപെടാൻ ഞാൻ അവസരം കൊടുക്കുന്നു. അവസരം കൊടുത്ത അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അയാൾ കിടന്ന് കുറച്ച് ചാടും.
ചമ്മി കാര്യമുണ്ട് ഇവിടെ ഇരുന്നാ പോരെ. ഷാഫി പറയൂ, ഇനി സമയങ്ങളുണ്ട്. ഷാഫി തന്നെ മറുപടി പറയൂ. തെറ്റാണോ നാട്ടിലെ മറുപടി പറയൂ, മറുപടി പറയട്ടെ. ഷാഫി പറയട്ടെ, ഷാഫി പറയട്ടെ. അങ്ങനെയല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അല്ല, ഷോൺ നിർത്തൂ. ഷാഫി പറയട്ടെ, ഷാഫി പറയട്ടെ, ഷാഫി പറയട്ടെ. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ല, ഷോൺ നിർത്തൂ. ഷാഫി പറയട്ടെ. അച്ഛന്റെ സ്വഭാവം തന്നെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് കുറച്ചിട്ട് പോകാൻ വേണ്ടിയല്ല, നിങ്ങൾ കുറയ്ക്കുന്ന കേൾക്കാനും വേണ്ടി മാത്രമല്ല ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ അച്ഛനായിട്ട് പോലും ഡിബേറ്റിൽ ഞങ്ങൾ ഇരുന്നാണ്. അതുകൊണ്ട് എനിക്കിരിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു ജനപ്രതിയാണ്. മര്യാദ പോയി പഠിക്കാം. അല്ലല്ല, ഷാഫിന് മറുപടി പറയൂ. സമയങ്ങളെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അച്ഛനെ പോലെ തന്നെയാണോ? സംശയം. തന്തയ്ക്ക് പറക്കണോ? മനസ്സിലായില്ലേ? ഒറ്റ തന്തയ്ക്ക് പറക്കണോ? എന്റെ കുഴപ്പമില്ല. ശരി, ഷോൺ നിർത്തൂ. അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായ കേരളത്തിൽ. തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.